ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെക്ക് ലിസ്റ്റോ കാര്യങ്ങളോ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഡിറ്റേഴ്സ് പറഞ്ഞ സമയത്ത് ആ സമയത്ത് നമ്മൾ ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു സമയമുണ്ടായിരുന്നു. ഇപ്പം നമുക്കത് ഹംബ്ലെക്സ് വന്ന ശേഷം വളരെ ഈസിയാണ്. നമുക്ക് എത്ര മാസത്തെയോ എത്ര ദിവസത്തെയോ ഡേറ്റാസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ചെക്ക് ലിസ്റ്റുകളുണ്ടായിരുന്നു. ആ ചെക്ക് ലിസ്റ്റുകളിൽ ബാത്റൂം ചെക്ക് ലിസ്റ്റ്, ഫ്ലോർ ചെക്ക് ലിസ്റ്റ്, റൂം ചെക്ക് ലിസ്റ്റ്, ഒത്തിരി ചെക്ക് ലിസ്റ്റുകളുണ്ടായിരുന്നു. ആ ഇത്രയും പേപ്പർ നമ്മൾ യൂസ് ചെയ്ത് 1 സൈഡ് 2 സൈഡ് എടുത്ത് ഒരുപാട് പേപ്പറുകൾ നമ്മൾ കളഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് രാവിലെ വരുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, എല്ലാം സിസ്റ്റം ബേസ്ഡ് ആണ്. അത് നല്ലൊരു ഹെൽപ്ഫുള്ളായി തോന്നി ഹംബ്ലെക്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയപ്പോൾ. മുമ്പ് നമ്മളൊരു ഓഡിറ്റ് സമയത്ത് നമ്മുടെ പ്രൂഫ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരുപാട് ഫയൽസും കാര്യങ്ങളായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം അത് ഫയൽ ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ ടാസ്ക്കാണ്. നമ്മുടെ കോസ്റ്റ് അത്രയും കൂടുതലാണ്. പേപ്പർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. ഒരു ദിവസം കുറഞ്ഞ് നമ്മൾ എങ്ങനെ പോയാലും 10-30 ചെക്ക് ലിസ്റ്റോളം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആക്കിയപ്പോൾ നമ്മൾ ഈ സബ്മിറ്റ് ചെയ്യണതിൻ്റെ വേ ഓഫ് സബ്മിറ്റിങ്ങും മാറിയിട്ടുണ്ട്. അത് കാണുന്നവർക്ക് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുണ്ട്. അത് കാണുന്നവർ ഇംപ്രസ്ഡ് ആണ്. കാര്യം നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര തലവേദനയായിരുന്ന സംഭവമായിരുന്നു. പക്ഷേ ഹംബ്ലെക്സ് വന്ന ശേഷം നമുക്ക് വർക്ക് കുറച്ചുകൂടെ സ്മൂത്താക്കാൻ പറ്റി. ഡോക്യുമെൻറ്റേഷൻ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. വളരെ സ്റ്റാൻഡേർഡൈസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇരിക്കുന്ന സമയം തൊട്ടേ കേൾക്കുന്ന ഒരു വേർഡാണ് എക്കോ ഫ്രണ്ട്ലി, കൂടാതെ ഗ്രീൻ ഗ്ലോബൽ, അങ്ങനെ ഒരുപാട് വേർഡുകൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേസ്റ്റ് സെഗ്രിഗേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഡഡ് ബക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളങ്ങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അന്നേ നമ്മൾ പറഞ്ഞതാണ് പേപ്പർലെസ്. ഇത്രയും വർഷമായിട്ട് ഇപ്പോഴാണ് എനിക്കൊന്ന് നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു പേപ്പർലെസ് ചെയ്തിട്ട് ഹംബ്ലെക്സിൻ്റെ സഹായത്തോടു കൂടി ഫുൾ ഡോക്യുമെൻ്ററി ആയിട്ട് ഒരൊറ്റ ടച്ചിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സിസ്റ്റം ബേസ്ഡ് അറിയാൻ പറ്റുന്നുണ്ട്. അതിൽ ഒരുപാട് മരങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. അതിന് പണ്ടേ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് പ്രവൃത്തിയിലേക്ക് വന്നതിൽ സന്തോഷമുണ്ട്. മുമ്പ് നമ്മൾ പേപ്പേഴ്സ് ആയിരുന്നു കൂടുതലായിട്ടുള്ള ബാത്റൂംസ് ആയാലും ടോയ്ലറ്റ് ചെക്ക് ലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ടോയ്ലറ്റിൻ്റെ ചെക്ക് ലിസ്റ്റുകൾ മിസ്സാവുകയും പിന്നെ സൂപ്പർവൈസേഴ്സ് അവിടെ കറക്റ്റ് ടൈമിൽ ചെക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ടൈം ബീങ്ങിൽ സൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫീഡ്ബാക്ക് പേഷ്യൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്നോ ഒരു ഫീഡ്ബാക്ക് വന്നാൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്കത് അലേർട്ട് വരും. ആ സമയത്ത് തന്നെ പോയി നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളല്ലാത്ത മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അവർക്ക് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പ്രോപ്പർ വേയിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മിനിമം സമയത്തിനുള്ളിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മളൊരു മെസ്സേജ് ഇട്ടാൽ വിത്തിൻ സെക്കൻഡ്സിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാവും. നമ്മൾ ഫേസ് ചെയ്യുന്ന എന്ത് ഇഷ്യൂസ് ആയിരുന്നാലും അവരതൊരു മാക്സിമം ഒരു 5 മിനിറ്റ്സ് ഉണ്ട് അവർ സോർട്ട് ഔട്ട് ചെയ്ത് തരുന്നുണ്ട്. അത് ഏത് സമയത്തായിരുന്നാലും, രാവിലെ ആയിരുന്നാലും രാത്രി ആയിരുന്നാലും ഏത് ടൈമിലായിരുന്നാലും അവർ ഗ്രൂപ്പിൽ എപ്പോഴും ആക്റ്റീവായിരിക്കും. ഏത് സമയം വന്നാലും അവർ പ്രോബ്ലംസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് തരുന്നുണ്ട്. ചില സമയങ്ങളിൽ ഹംബ്ലെക്സ് നമുക്ക് ചില ഫോൺസിൽ ചില ഇഷ്യൂസ് ഉണ്ടാവാം, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവാം, ചിലപ്പോൾ സൈറ്റ് ഡൗൺ ആയിരിക്കാം. എന്തായിരുന്നാലും ഒരു മാക്സിമം ഒരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് അവരത് ക്ലിയർ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അത് വളരെ ഒരു ഹെൽപ്ഫുൾ മൈൻഡാണ്. അതുപോലെ അവർ നമ്മൾ നേരിട്ട് സൈറ്റിൽ വരുന്നുണ്ട്, ഫിസിക്കലി ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരോട് പറയുകയാണെങ്കിൽ അവരത് ഉടൻ തന്നെ സൈറ്റിൽ നമ്മളെ വന്ന് നേരിട്ട് കണ്ട് സോർട്ട് ഔട്ട് ചെയ്താണ് തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിനെ അവർ വളരെയധികം നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം ഓപ്പറേഷൻസുമായിട്ട് അവർക്ക് അധികം അറിയത്തില്ലായിരുന്നു. നമ്മൾ എന്തൊരു സജഷൻ പറഞ്ഞാലും അത് അവർ കറക്റ്റ് വേയിലൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ഐഡിയകൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവർക്കത് എങ്ങനെ പോസിബിലിറ്റി ആക്കാം, ഒരു പ്രാബല്യത്തിൽ വരുത്താമെന്നുള്ളതിൽ നല്ല രീതിക്ക് അവർ ശ്രമിക്കുന്നുണ്ട്. അതും ഒരു പോസിറ്റീവാണ്.